ഈ കൊച്ചുവെളുപ്പാങ്കാലത്തെ ഈ പുതിയ ഷൂവും കാണിച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു പരിപാടിയുണ്ട്. അതിനായിട്ട് നമ്മുടെ ബാഗ് എടുക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അവിടെ നിന്ന് നേരെ വീട്ടിൽ എത്തി വീട്ടിലുള്ള എല്ലാവരെയും നുള്ളി പറക്കിയെടുത്ത് പോരാഞ്ഞിട്ട് നാദർശേരെ വീട്ടുകാരെ നുള്ളി പറക്കിയെടുത്ത് നമ്മൾ നേരെ പോകുക. എന്നത്തെയും പോലെ ഡ്രൈവിംഗ് സീറ്റ് നാദർശ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇപ്രാവശ്യം നമ്മുടെ കൂടെ കുറച്ച് വരെ ഉള്ളൂ. പോകുന്ന കാര്യം മംഗളമായി നടക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കയറി കാണിക്കയിട്ട് വഴിയിൽ നിന്ന് അജുവിനെയും പിക്ക് ചെയ്ത് ബാക്കിയുള്ള എല്ലാവരെയും പിക്ക് ചെയ്ത് നേരെ നമ്മൾ നെടുമങ്ങാടേക്ക് വിടുക. സമയം ഒട്ടും തന്നെ കളയാനില്ലാത്തത് കൊണ്ട് ഒരു സൈഡിൽ നാദർശയും അടുത്ത സൈഡിൽ ഞാനും കെട്ടി. നമുക്ക് മുന്നേ ഒരു ഹാരം അതിൽ ഉണ്ടായിരുന്നു, പിന്നെ കൊണ്ടുവന്നില്ലെന്ന് വിചാരിച്ചും കൊണ്ട് രണ്ടും കെട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടി കാണും. നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥിയും കൂടെ, ജസ്റ്റ് നമ്പർ 3 ഓറ. അങ്ങനെ കുരങ്ങനെ പോലെ ചാടി കയറി നാദർശ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഞാൻ കയ്യാളായിട്ടും കൺട്രാക്ട് അടിക്കാൻ ബാക്കിയുള്ളവരും ചുറ്റും കൂടി. ഇപ്രാവശ്യം നമ്മൾ എഡിഷൻ നെയിം വെച്ചാണ് ഇറക്കുന്നത്. അത് ഒട്ടിച്ചപ്പോഴും എൻ്റെ മുഖത്തുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല, ഫാസ്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഈ വണ്ടി ഇത്രയും അലങ്കരിക്കുമ്പം നമ്മുടെ പഴയ വണ്ടിക്ക് വിഷമം വന്നാലോ എന്ന് വിചാരിച്ചും കൊണ്ട് അതിനും ദേവ് കൊണ്ടുവന്ന മൂകാംബികയിലെ പ്രസാദവും തേച്ചു കൊടുത്ത് പുതിയ വണ്ടിക്കും തേച്ചു കൊടുത്ത് രണ്ടുപേരെയും നമ്മൾ സുന്ദരക്കുട്ടന്മാരാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എഗ്രിമെൻ്റ് തന്നെ വായിച്ചു നോക്കുന്നത്. ഇനി എന്നത്തെയും പോലെ ഒപ്പിടൽ ചടങ്ങാണ്. സന്തോഷത്തിനിടയിൽ കൂടെയുള്ളവരെ മൈൻഡ് ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. എങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ മൈൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കണ്ടില്ലേ, ഒരു സൈഡിൽ കിടന്ന് ഫോട്ടോഷൂട്ടാണ് എൻ്റെ ചേച്ചി. പണം എനിക്കൊരു വിഷയമുള്ള കേസല്ല എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അമ്മ പുറത്താക്കും. പിന്നെ നമ്മൾ നേരെ കൊണ്ടുവന്ന പൈസ അവർക്ക് തന്നെ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോഴാണ് നാദർശ വന്നില്ല എന്ന് ഓർത്തത്. പിന്നെ അവനെയും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുത്തു. ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, നാദർശ വണ്ടി എടുക്കാൻ അടിയോടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തന്നെ ഡ്രൈവിംഗ് സീറ്റ് കിട്ടി. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് മൂവ് ആക്കിയതിന് ശേഷം നാദർശയ്ക്ക് എന്നെ കൊടുത്തു. ഇനി നമ്മുടെ ഫസ്റ്റ് ബാഗേക്ക് എഡിഷൻ നെയിം ഇടണം. അത് ട്രിപ്പ് പോയിട്ട് വന്നിട്ട് വേണം ഇടാൻ. ഇനി നമ്മുടെ ഓറയുമായി നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക്. അങ്ങനെ നമ്മുടെ ഓറ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് അവർ പോയി. ഓക്കെ, ബൈ.